എങ്ങനെയുണ്ടായിരുന്നു മരണം? നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ കേൾക്കണം. അനാഥ മക്കളുടെ കല്യാണത്തിന് ചങ്ങരംകുളത്ത് വീട്ടുപടിക്കൽ വന്ന് കൈനീട്ടുമ്പോ പട്ടിയെ തുറന്നു വിടുന്ന മുതലാളിമാരെ കേൾക്കണം. അല്ലാഹു തരുന്ന സമ്പത്തിന്റെ പവർ കൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ, ഉലമാക്കളെ, ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരെ കേൾക്കണം. നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, കൈഫ വജത്തൽ മൗത്ത്, എങ്ങനെയാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ മരണത്തെ കണ്ടത്? ആ മരണത്തിന്റെ രംഗം നിങ്ങളെ അഭിമുഖീകരിച്ചത് എങ്ങനെയാണ്? അസ്രായീൽ വന്നപ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ മനസ്സിന്റെ വെപ്രാളം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു വരുന്നതിന്റെ വേദന എങ്ങനെയായിരുന്നു? 4ാമത്തെ മാസം ഉമ്മയുടെ ഉദരപ്പിനകത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് തന്ന ആത്മാവിനെ അസ്രായീൽ വലിച്ചൂരി ഊരിയെടുക്കുമ്പോ നിങ്ങൾ എങ്ങനെയാണ് നബിയേ അതിനെ നേരിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, കസുഫൂദിൻ ജുഇല ഫീ സൂഫിൻ റതബിൻ സുമ്മ ജുദിബാ. അല്ലാഹ്, നനഞ്ഞുപോയ പഞ്ഞിയുണ്ടല്ലോ, നനഞ്ഞിരിക്കുന്ന പഞ്ഞിക്കട്ടയുണ്ടല്ലോ, നനഞ്ഞിരിക്കുന്ന പഞ്ഞിക്കെട്ടിൽ നിന്ന് ഒരു തടിക്കഷണം, ഒരു കമ്പിന്റെ കഷണം വലിച്ചൂരി എടുക്കുമ്പോ എത്ര ബുദ്ധിമുട്ടാണ്. അല്ലാഹുവേ, പറയാൻ പേടിയാവുന്ന സഹോദരങ്ങൾ. അല്ലാഹു ഈ ത്യാഗവും ഈ പരിശ്രമം കൊണ്ട് അല്ലാഹു നമ്മുടെ മരണം അല്ലാഹുവിന്റെ സ്വർഗം കണ്ടുള്ള മരണമാക്കി തരുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, പഞ്ഞിയുണ്ടല്ലോ, നനഞ്ഞുപോയ പഞ്ഞിയുണ്ടല്ലോ, ആ പഞ്ഞിക്കകത്തിരുന്നൊരു കമ്പിന്റെ കഷണം വലിച്ചൂരിയെടുക്കുമ്പോ എത്ര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മുഴുവനും ഞാൻ അനുഭവിച്ചുവല്ലോ. നനഞ്ഞുപോലെ പഞ്ഞിക്കെട്ടിൽ നിന്നൊരു മരക്കമ്പ് വലിച്ചൂരിയെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളവും ഒരു ബേജാറും ഒരു വേദനയും ഒരു വല്ലായ്മയും ഒരു അസ്വസ്ഥതയും ഒരു നീറ്റലും ഒരു ഉരുണ്ടുകയറ്റവും ആ മരണത്തിനുണ്ടായിരുന്നു എന്ന് ആരാണ് പറയുന്നത്? ഈമാൻ കൊണ്ട് ഒരു മാർക്ക് പോലും കുറയാതെ, ഈമാൻ കൊണ്ടൊരു സ്ഥലത്തും അടിയറവ് പറയാതെ ആൺകുട്ടിയെ പോലെ ജീവിച്ചു മരിച്ച മഹാനാ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്നറിയോ? എന്റെ ചങ്കരംകുളത്ത് വന്ന് പ്രിയപ്പെട്ടവര് മനസ്സിലാക്കാനാണ്. നമ്മൾ ആരുമല്ലോ, നമുക്ക് ഈമാൻ കുറവാണല്ലോ, നമുക്ക് ഇബാദത്ത് കുറവാണല്ലോ, നമ്മൾ ചണ്ടികളാണ് റബ്ബേ, നമ്മൾ വെറും പൂജ്യമാണ് റബ്ബേ, നമുക്ക് രക്ഷപ്പെടാ കൊതിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ റജബിന്റെ അത്ഭുതത്തിന്റെ രാത്രിയിൽ ചങ്കുപൊട്ടി ദ്വാരന്ന് കണ്ണീരോടുകൂടി പിരിയുമ്പോ ഒരു രക്ഷയുണ്ടാവട്ടെ എന്ന പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔൻ എന്ന് പറയുന്ന ലോകത്തെമ്പാടിയുടെ മുമ്പേ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് പിടിച്ചു നിന്ന മൂസാ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അല്ലാഹു വിവരിച്ചു കൊടുത്ത മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ടടിച്ചപ്പോ 12 വഴിയായി പിളർന്നു പോയ ആ മനോഹരമായ നദിയുടെ തീരത്ത് ഈ പാവപ്പെട്ട നൗഷാദ് കവി പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒഴുക്കിവിട്ട നദിയുടെ ചാരത്ത് പോയി നിന്നിട്ട് നൈൽ നദിയെ കുറിച്ച് എന്റെ കൂടെ വന്നവർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് പുണ്യഭൂമിയിലൂടെ, ഈജിപ്തിലൂടെ, ഫലസ്തീനിലൂടെ, ജോർദാനിലൂടെ ഒരുപാട് പ്രാവശ്യം കടന്നു പോകാനുള്ള ഭാഗ്യം എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഖാല ലഹു റബ്ബുഹു യാ മൂസാ, അല്ലാഹു ചോദിക്കുന്നു മൂസാ നബിയെ, കൈഫ വജത്തൽ മൗതാ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മരണം? കൈഫ വജത്തൽ മൗതാ, എങ്ങനായിരുന്നു നിങ്ങളുടെ മരണം? മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു. മൂസാ നബി അസ്രായീൽ നേരിട്ട രംഗത്തെ കുറിച്ച് പറയുന്നത് പഠിക്കണ്ടേ ചങ്ങരംകുളത്തുകാരാ?
തലമറക്കാൻ പറയുമ്പോ, മാറുമറക്കാൻ പറയുമ്പോ, കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നത് അന്യപുരുഷന്മാര് കാണരുതെന്ന് പറയുമ്പോ, അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ ആദർശമുഖത്തെ നിങ്ങളുടെ മുന്നിൽ തുറന്നു തരുമ്പോ വകവെക്കാതെ നടക്കുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഭൗതിക ലോകത്തിന്റെ ഓർമ്മകളോടൊത്ത് നൃത്തം ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തില് ശവപ്പറമ്പ് തീർക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം